2025 ജൂലൈ 23-നാണ് പാരീസിലെ 6th ആരോൺ ഡിസിമെന്റിൽ സ്ഥിതി ചെയ്യുന്ന നോട്ടർഡാം ഡേ ഷാൻ ദേവാലയത്തിൽ അഗ്നിബാധ കണ്ടെത്തിയത്. ദേവാലയ കെട്ടിടത്തിനുള്ളിൽ നിന്നും കനത്ത പുക ഉയരുന്നത് കണ്ടതോടെയാണ് അടിയന്തര സഹായവുമായി അഗ്നിശമന സേനാനികൾ രംഗത്തെത്തുകയും ഉച്ചയോടുകൂടെ ദേവാലയത്തിലെ വായുസഞ്ചാര മാർഗങ്ങൾ തുറന്ന് തീയണയ്ക്കാൻ സാധിച്ചതും. ഭാഗ്യവശാൽ മറ്റ് അപകടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. അതേസമയം അഗ്നിബാധയുടെ കാരണമെന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പ്രസ്തുത സംഭവത്തിന് വെറും 48 മണിക്കൂറുകൾക്ക് ശേഷം ജൂലൈ 24 വൈകുന്നേരം 4:50-നാണ് അതേ ദേവാലയത്തിന്റെ വടക്ക് പാർശ്വഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് ചാപ്പലിൽ വീണ്ടും അഗ്നിബാധ കണ്ടെത്തിയത്. അടിയന്തര സഹായ സേനകളുടെ കൂട്ടായ സഹകരണത്തോടെ വളരെ വേഗം തീയണയ്ക്കാൻ സാധിച്ചെങ്കിലും ഇതൊരു കരുതിക്കൂട്ടിയ ആക്രമണമാകാനാണ് സാധ്യതയെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൻ പ്രകാരം ഇടവക വികാരി ഔദ്യോഗികമായി കേസ് ഫയൽ ചെയ്യുകയും അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാം തവണയും അഗ്നിബാധ കണ്ടെത്തിയത് പ്രദേശവാസികളിലും ഇടവക സമൂഹങ്ങളിലും ആശങ്ക ഉണർത്തിയിട്ടുണ്ട്. 6th ആരോൺ ഡിസിമെന്റിലെ മേയറായി സേവനം ചെയ്യുന്ന ജീൻ പിയർ ലെക്കോക്ക് അടിയന്തര സേവന സഹായങ്ങളുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയുണ്ടായി. തീപിടുത്തം മൂലം ദേവാലയത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടന്നുവരുന്നുള്ളൂവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സുരക്ഷാ ക്രമീകരണങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമായി നോട്ടർഡാം ഡേ ഷാൻ ദേവാലയം നിശ്ചിത സമയത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. പാരീസിൽ ആരോൺ ഡിസിമെന്റിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നാണ് നോട്ടർഡാം ഡേ ഷാൻ ദേവാലയം. പാരീസിലെ ഈഫൽ ടവറിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ഗുസ്താവ് ഈഫലാണ് 1867-76 കാലഘട്ടങ്ങളിൽ പൂർണ്ണമായും ഇരുമ്പ് മാതൃക കൊണ്ട് ഈ ദേവാലയം പണിതീർത്തത്. മതപരമായ കലാസൃഷ്ടികളും 1877-ലെ സുപ്രസിദ്ധ കവയിൽ കോൾ ഓർഗനും ഈ ദേവാലയത്തിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.